ഇപ്പോൾ ഇറാനിൽ നിന്ന് വിദ്യാർത്ഥികളടക്കം ദില്ലിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇസ്രായേൽ സംഘർഷം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ദില്ലിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. മാത്രമല്ല വിദ്യാർത്ഥി സംഘത്തിൽ മലയാളികളടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. സ്വാതി സന്തോഷുണ്ട് വിവരങ്ങൾ നൽകാൻ. സ്വാതി, വിദ്യാർത്ഥികളടക്കം എത്തിയിട്ടുണ്ട്, മലയാളികളടക്കം ഉൾപ്പെട്ടിട്ടുണ്ടല്ലേ സംഘത്തിൽ? ഇസ്രായേൽ സംഘർഷം രൂക്ഷമായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ ഓപ്പറേഷൻ സിന്ധു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ നിന്നുള്ള ഇന്ത്യക്കാർ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ സംഘം ഇപ്പോൾ ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. ആ ഇന്ത്യൻ സംഘത്തിൽ മലയാളികൾ അടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. ഇറാനിൽ നിന്നുള്ള ഇന്ത്യക്കാർ ദില്ലിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ സംഘത്തിൽ മലയാളികൾ ഉൾപ്പെടെയുണ്ട്, വിദ്യാർത്ഥികളടക്കമുണ്ട്. ഓപ്പറേഷൻ സിന്ധു വിജയകരമായി പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടക്കുകയാണ്. ഇതിപ്പോൾ 4ാമത്തെ സംഘമാണ് ദില്ലിയിൽ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇറാനിൽ നിന്നുള്ള ഇന്ത്യൻ സംഘം ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. സംഘം ഉടൻ പുറത്തേക്കെത്തും. മലയാളികളടക്കം ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സ്വാതി സന്തോഷുണ്ട് വിവരങ്ങൾ നൽകാൻ. സ്വാതി, മലയാളികളടക്കം ഉൾപ്പെട്ട സംഘമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അല്ലേ? വർഷ, ഇപ്പോൾ 4ാമത്തെ സംഘമാണ്, ഇറാനിൽ നിന്നുള്ള 4ാമത്തെ സംഘമാണ് ഇന്ന് എത്തുന്നത്. ഇതിൽ ഒരു മലയാളി വിദ്യാർത്ഥി കൂടിയുണ്ട്. ആദ്യ വർഷ MBBS വിദ്യാർത്ഥി, മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഫാദിലയാണ് ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എന്തായാലും വിമാനം ലാൻഡ് ചെയ്ത് എല്ലാവരും പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ആ വിദ്യാർത്ഥിയും ഇപ്പം ഏതാനും നിമിഷങ്ങൾക്കകം പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 സംഘങ്ങൾ എത്തിയിരുന്നു. രാത്രിയോടെ 11:30-ഓടെ 2 സംഘങ്ങൾ ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ തന്നെ അർമേനിയ വഴി എത്തിയിട്ടുള്ള അർമേനിയയിൽ നിന്നെത്തിയിട്ടുള്ള ഒരു സംഘം കൂടി ആദ്യ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇവരെയൊക്കെ തന്നെയും സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് പുരോഗമിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ഓപ്പറേഷൻ സിന്ധു ദൗത്യത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് ഈ മലയാളി വിദ്യാർത്ഥിയും ആദ്യ MBBS വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള ഫാദില ഈ ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ആ കുട്ടിയെ കൊണ്ടുപോകാനായി മാതാപിതാക്കളടക്കം എത്തിയ സാഹചര്യമുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥിയുടെ അച്ഛൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മകൾ എത്തി എന്നുള്ളത് സന്തോഷം പകരുന്ന വാർത്ത തന്നെയാണ്. വലിയ സങ്കടമായിരുന്നിരിക്കുമല്ലേ? തീർച്ചയായിട്ടും. ആ ഇൻസിഡൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ രാത്രി തന്നെ നമ്മൾ അറിഞ്ഞിരുന്നു. പിന്നെ അടുത്ത ദിവസം എംബസിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ കൂമ്പറ സിറ്റിയിലേക്ക് മാറ്റി അവിടെ കുറച്ച് ദിവസം തങ്ങി പിന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇന്ത്യയിലേക്ക് മാറ്റുന്ന രീതിയിൽ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള പ്ലാനിൻ്റെ പ്രകാരം മഷേദ സിറ്റിയിലേക്ക് മാറ്റി. അവിടുന്ന് ഇപ്പോൾ അങ്ങോട്ട് ഡയറക്റ്റ് മഹാനഗറിൽ ഡൽഹിയിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് വിളിച്ചിരുന്നു, അകത്ത് വിളിച്ചിരുന്നു. ഒരു 10-15 മിനിറ്റ് പിടിക്കുമെന്ന് പറഞ്ഞു. കാരണം പാസ്പോർട്ട് സെക്ഷനിൽ ക്യൂ ഉണ്ട്. അത് കാരണത്താൽ വൈകുന്നു. ഇന്ന് 8:40 ഫ്ലൈറ്റ് ഇൻഡിഗോ കൊച്ചിയിലേക്കാണ്. 11:50 അവിടെ എത്തും. വർഷ, ഫാദിലയുടെ അച്ഛനാണ് കൈരളി ന്യൂസിനോടൊപ്പം പ്രതികരിച്ചിട്ടുള്ളത്. ഇന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങുവാനാണ് തീരുമാനം. ഏകദേശം കൊച്ചിയിലേക്കാണ് ഇന്ന് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. 11:50 കൊച്ചിയിലെത്തുന്ന തരത്തിലാണ് ഇന്ന് ഇവിടുന്ന് യാത്ര തിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും അച്ഛനെ സംബന്ധിച്ചും കുടുംബത്തെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചുമൊക്കെയും വലിയ സന്തോഷം തന്നെയാണ്, ആശ്വാസകരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. ഇറാനിൽ നിന്ന് സുരക്ഷിതമായി മലയാളി വിദ്യാർത്ഥിയായിട്ടുള്ള ഫാദില കൂടി ഇന്ന് ഈ സംഘത്തോടൊപ്പം ദില്ലിയിലേക്ക് എത്തുമ്പോൾ അത് മലയാളിയെ സംബന്ധിച്ച് ആശ്വാസം പകരുന്ന വാർത്ത തന്നെയാണ്. ഈ സംഘത്തിൽ മൊത്തം 300 വിദ്യാർത്ഥികളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓരോരുത്തരും ലാൻഡിങ്ങിന് ശേഷം പുറത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.